ഹായ് നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ദീപു ഇന്ദിരാദേവി. ഈ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിവാഹങ്ങൾ വാലിഡ് ആണോ അല്ലയോ, ഈ കാര്യത്തെക്കുറിച്ച് പലർക്കും ഡൗട്ടുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, വാലിഡ് മാരേജ് ഒന്നും അല്ലല്ലോ. രണ്ടാമത് കല്യാണ ആലോചനകളൊക്കെ വരുമ്പോഴത്തേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് രണ്ടാമതൊക്കെ കല്യാണം കഴിക്കുന്നതിന് കോടതി മുമ്പാകെ ഡിവോഴ്സ് പെറ്റീഷനൊന്നും ഫയൽ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല എന്നൊക്കെയാണ് പലരുടെയും ധാരണ. എന്നാൽ ആ ധാരണ തെറ്റാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നിട്ടില്ലെങ്കിലും ജാതി ന്യായപ്രകാരം ഒരു കസ്റ്റമറി മാരേജ് പള്ളി വെച്ചോ അമ്പലത്തിൽ വെച്ചോ, അതിപ്പോൾ വീട്ടിൽ വെച്ചായാലും കുഴപ്പമില്ല, ഒരു കസ്റ്റമറി റൈറ്റ്സ് പാലിച്ചുകൊണ്ടൊരു കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വാലിഡ് മാരേജ് തന്നെയാണ്. പുനർവിവാഹമൊക്കെ വരുമ്പോഴത്തേക്ക് കോടതി മുമ്പാകെ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്ത് അതിൻ്റെ ഉത്തരവ് ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ രണ്ടാമത്തെ കല്യാണം കഴിച്ചത് വാലിഡ് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഇൻവാലിഡ് മാരേജാണ്, അതൊരു ഒഫൻസാണ്, ബൈഗമിയാണ്, 7 വർഷം വരെ തടവ് ശിക്ഷയും ഫൈനും ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒഫൻസാണത്. മുസ്ലിം പേഴ്സണൽ ലോ അനുസരിച്ച് ഇതിന് എക്സംഷൻസ് ഉണ്ട്. അതായത് മുസ്ലിം മെയിൽസിന് ഇപ്പം തലാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് എക്സംഷൻ ഉണ്ട്. അല്ലാതുള്ള എല്ലാ കേസിലും കസ്റ്റമറി മാരേജ് നടന്നിട്ടുണ്ടോ എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വാലിഡ് മാരേജ് തന്നെയാണ്, രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും. കസ്റ്റമറി മാരേജ് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടല്ലോ, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ SNDP ശാഖ, NSS കരയോഗം, ഇങ്ങനെയുള്ള എല്ലാം നമുക്കതിനൊരു പ്രൂഫായിട്ട് എടുക്കാം. കസ്റ്റമറി മാരേജ് പ്രൂവ് ചെയ്യാനായിട്ട് ഫോട്ടോഗ്രാഫ്സ്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടല്ലോ. സാക്ഷികളൊക്കെ ഉണ്ട്. ചിലപ്പം അമ്പലത്തിൽ വെച്ച് താലി കെട്ടുന്നു, വലുതായിട്ട് ഒരാളുകളെ ഒന്നും വിളിച്ചിട്ടില്ല, അവിടെയും കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും, അത് പ്രൂവ് ചെയ്യാൻ ഫോട്ടോസ് ഉണ്ടാവും, സാക്ഷികളുണ്ടാവും. അത്തരത്തിലൊക്കെ നമുക്കൊരു കസ്റ്റമറി മാരേജ് നടന്നതായിട്ടൊക്കെ പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വേറൊരു ഡൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ആളുകൾക്കും ഈ ഡിവോഴ്സ് പെറ്റീഷൻ പെൻഡിങ്ങിൽ കിടക്കുമ്പോൾ രണ്ടാമത് കല്യാണം കഴിക്കാം, കുഴപ്പമില്ല, ഞാൻ ഡിവോഴ്സിന് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ. ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു, അത് പെൻഡിങ്ങിൽ ഇരിക്കുന്നത് ഒരിക്കലും രണ്ടാമത് വിവാഹം കഴിക്കാനായിട്ടുള്ളൊരു ലൈസൻസ് ഒന്നും അല്ല. രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ ആ ഡിവോഴ്സ് ഉത്തരവ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് രണ്ടാമത് വിവാഹം കഴിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ വിവാഹം നടന്നു കഴിഞ്ഞാലും അത് ഇൻവാലിഡ് മാരേജാണ്.